My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. യുകെയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണ രീതിയിൽ റിട്ടയർമെൻറ്റിന് വേണ്ടിയോ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യുകെയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ അഡ്രസ് ചേഞ്ച് ലോക്കൽ അതോറിറ്റിയെ അറിയിക്കുകയും നിങ്ങളുടെ ഫോർവേഡിംഗ് അഡ്രസ്സ് അവിടെ കൊടുക്കുകയും ചെയ്യണം. പല രീതിയിലുള്ള സ്റ്റേറ്റ് ബെനിഫിറ്റും പെൻഷനും ഇതുവഴി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ കിട്ടേണ്ടതുണ്ട്. 2, UK ബാങ്കിൽ ഇൻഫോം ചെയ്യുകയും നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് കൊടുക്കുകയും അതുവഴി നിങ്ങൾക്ക് ബാങ്ക് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആകുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ISA അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് റീലൊക്കേറ്റ് ചെയ്യുന്നത് വഴി കണ്ടിന്യൂ ചെയ്യുകയും യുകെയിലെ ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾ നോൺ റെസിഡൻ്റ് എന്നുള്ള ആ സ്റ്റാറ്റസിൽ പോകും. പക്ഷേ നിങ്ങൾക്ക് നിലവിലുള്ള ISA അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുകയും ടാക്സ് ബെനിഫിറ്റ് എടുക്കാവുന്നതാണ്. 4, ഇൻഫോം സ്റ്റുഡൻറ് ലോൺ കമ്പനി. നിങ്ങൾ സ്റ്റുഡൻറ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോർവേഡിംഗ് അഡ്രസ്സ് കൊടുക്കുകയും ഇതുവഴി നിങ്ങൾക്ക് ഓവർസീസ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ് ലോൺ പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. 5, പെൻഷൻ ഓഫീസ്. നിങ്ങൾക്ക് സ്റ്റേറ്റ് പെൻഷനോ അല്ലെങ്കിൽ പ്രൈവറ്റ് പെൻഷനോ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്ന കാര്യം അവിടെ ഇൻഫോം ചെയ്യുകയും ഇതേ പെൻഷൻ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. 7, നിങ്ങൾക്ക് യുകെയിലൊരു വീടുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോൺ റെസിഡൻറ്റ് ലാൻഡ് ലോഡ് സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ എസ്റ്റേറ്റ് ഏജൻറ്റ് അഡ്വാൻസ് ആയിട്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കേണ്ടത്. HMRCയെ ഇൻഫോം ചെയ്ത് ടാക്സ് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആക്കുക. കാരണം നിങ്ങൾ പോകുന്നത് ഒരു ഇയറിൻ്റെ മിഡിലായിട്ടാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് കൊടുക്കാനുണ്ടാവും. കഴിഞ്ഞ വർഷം സെൽഫ് എംപ്ലോയ്മെൻറ്റോ മറ്റോ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് റിമൈൻഡറായി പെനാൽറ്റിയും ഇൻട്രസ്റ്റും നിങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. മറ്റേതെങ്കിലും രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബിൽസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുത്ത് ക്ലിയർ ചെയ്തില്ല എങ്കിൽ ചെറിയൊരു ബില്ലാണെങ്കിലും അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഫ്യൂച്ചറിൽ ബാധിക്കുകയും വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ യുകെയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടാക്സ് ഫൈനാൻഷ്യൽ അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിനുശേഷം മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ്, ബാങ്ക്, പെൻഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, വീട്, നിങ്ങളുടെ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി, മറ്റ് കമ്പനിയിലുള്ള ഷെയർ, നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ഇതെല്ലാം പ്ലാൻ ചെയ്തില്ല എങ്കിൽ ഒരിക്കൽ നിങ്ങൾ വിദേശത്ത് പോയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഇത് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു വീടുണ്ടെങ്കിൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കിനെ അറിയിക്കുകയും അങ്ങനെ ബൈ ടു ലെറ്റ് മോർഗേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എസ്റ്റേറ്റ് ഏജൻറ്റ് വഴി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നോൺ റെസിഡൻറ്റ് ലാൻഡ് ലോഡ് സ്കീമിൽ രജിസ്റ്റർ ചെയ്യുകയും അത് പ്രകാരം എസ്റ്റേറ്റ് ഏജൻറ്റ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒക്ടോബർ 18, 2024 നോർത്താംപ്ടണിൽ വെച്ച് UK ഇൻഡോ ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് യുകെയിലെ പല രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പിനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നതാണ്.